ആൾക്കാർക്ക് ഞാൻ വിളിച്ചോളാം. ഓക്കെ. ഡോക്ടർ ടി.എ. രാധാകൃഷ്ണൻ അന്തരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ചരമവാർഷികം വളരെ നല്ല രീതിയിൽ ആചരിക്കാറുണ്ട്. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ പേരിൽ ഡോക്ടർ ടി.എ. രാധാകൃഷ്ണൻ ഫൗണ്ടേഷൻ എന്നുള്ള പേരിൽ ഒരു സംഘടന നിലവിലുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനവും അതുപോലെ തന്നെ അംഗീകരിക്കേണ്ടവരെ പ്രത്യേകമായി ആദരിക്കുകയും ചെയ്യുക, പ്രത്യേകിച്ചും മെഡിക്കൽ മേഖലയിലുള്ള ആളുകളെ ആദരിക്കുക. നമുക്ക് അവചരിതമായ ചിലർ സമൂഹത്തിൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിക്കുകയും അവർക്കുള്ള പുരസ്കാരം നൽകുകയും ചെയ്യുക എന്ന് തുടങ്ങി ഒരുപാട് വിശിഷ്ടാദികൾ, പല മേഖലയിൽ പ്രവർത്തിച്ച വിശിഷ്ടാദികൾ ഇതിനു മുമ്പുള്ള ചടങ്ങിൽ പങ്കെടുത്തായി നിങ്ങൾക്കറിയാം. ഇത്തവണ വളരെ വ്യത്യസ്തമായി എന്ന് പറയാം, അസാധാരണമായ ചില പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സംഘടനയിൽ അതിൻ്റെ നേതൃത്വത്തിലുള്ളവരെയാണ് ഞങ്ങൾ അവാർഡിന് വേണ്ടി ഇത്തവണ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അവാർഡിന് തെരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായി പുരസ്കാരം സമർപ്പണത്തിന് ആര് വരുന്നു, എല്ലാവർക്കും സംസാരിക്കുന്നു എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. തിരുവനന്തപുരത്തുള്ള ജ്യോതിർഗമയാന്ന് പേരുള്ള ഒരു സംഘടനയാണ്, അതിൻ്റെ നേതൃത്വത്തെയാണ് നമ്മൾ ഇത്തവണ ആദരിക്കുന്നത്. അതിൻ്റെ വിശദ വിവരങ്ങൾ സെക്രട്ടറി ശ്രീ ബാലൻ എന്നോട് സംസാരിക്കും. ഇതിന് ഉള്ള നമുക്ക് അറിയാവുന്ന ഒരാളാണ്, ഇതിൻ്റെ സെക്രട്ടറിയാണ്. പിന്നെ ശ്രീവദാസൻ കമ്മിറ്റി മെമ്പറാണ്. അതേപോലെ രവി കുട്ടനാട് ട്രഷറർ, രവിശങ്കർ രവി കുട്ടനാട് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഡോക്ടർ ടി.എ. രാധാകൃഷ്ണനെ സംബന്ധിച്ച്. അദ്ദേഹം പ്രവർത്തിക്കാത്ത മേഖലകളില്ല. അങ്ങനെ തന്നെ എല്ലാവരെയും ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു മഹൽ വ്യക്തി. അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 13 കൊല്ലം പൂർത്തിയാവുകയാണ്. അപ്പം അദ്ദേഹം വ്യാപരിച്ചിരുന്ന ഓരോ സബ്ജക്റ്റിൽ നിന്ന് ഓരോരോ കൊല്ലം ഓരോരുത്തരെ തിരഞ്ഞെടുത്ത് ഒരു പുരസ്കാരം കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ള പതിവ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ട് തുടങ്ങിയതാണ്. അപ്പം ഇക്കൊല്ലം തെരഞ്ഞെടുത്ത കാര്യം പറഞ്ഞു, നമ്മൾ ചെയർമാൻ സംസാരിച്ചു. അവർ ചരിത്രം എങ്ങനെ വെച്ചാൽ, അവർ ടിഫനി ബ്രാർ, ആ ബ്രാർ എന്നൊരു സമുദായത്തിൻ്റെ ഇതാണ്. ഒരു വടക്കേ ഇന്ത്യയിലാണ് അവരുടെ നേറ്റീവ് പ്ലേസ്. അവരച്ഛൻ, ഈ കുട്ടിയുടെ അച്ഛൻ റെയിൽവേയിൽ ജോലി ആയതുകൊണ്ട് കേരളത്തിൽ തിരുവനന്തപുരത്തും എറണാകുളത്തൊക്കെ വഴി കോഴിക്കോട്, അങ്ങനെയാണ് അവർ തിരുവനന്തപുരത്ത് സെറ്റ് ചെയ്യാൻ ഇടവന്നത്. അപ്പം ഈ കുട്ടി വളരെ ചെറുപ്പത്തിൽ 6 മാസം തന്നെ കാഴ്ച നഷ്ടപ്പെട്ട കുട്ടിയാണ്. പിന്നെ അതിൻ്റെ രക്ഷാക്കളുടെ ശ്രമവും അത് കഴിഞ്ഞിട്ട് ആ കുട്ടി ബോധം വെച്ചതിൻ്റെ ശേഷം ആ കുട്ടിയുടെ ശ്രമം എല്ലാം കൂടിയായിട്ടാണ് ആ കുട്ടീനെ സ്വയം ഒരു സ്ഥാപനമൊക്കെ തുടങ്ങി ഈ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശാന്തവിശ്വാസം നടത്തി അവരെ സ്വന്തം ജീവിതത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. അതിനാണ് അവർ ജ്യോതിർഗമയ എന്ന് പറഞ്ഞൊരു സ്ഥാപനം തിരുവനന്തപുരത്ത് സ്ഥാപിച്ച് അതിൽ പ്രവർത്തിച്ചു വരികയാണ്. അത് കൂടാതെ മറ്റു പല കാര്യങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് തന്നെ അവാർഡ് വാങ്ങിച്ചിട്ടുള്ള കുട്ടിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കുട്ടീനെ നമുക്ക് കൂടി തിരഞ്ഞെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അതിൽ പിന്നെ നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മേയറാണ്. പുരസ്കാര സമർപ്പണം നടത്തുന്നത് മെഡിക്കൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമല, പിന്നെ നമ്മുടെ MLA ബാലേന്ദ്രൻ, മുൻ സ്പീക്കർ അഡ്വക്കേറ്റ് ആനന്ദ രാമകൃഷ്ണൻ, അങ്ങനെ പലരും, രഘുനാഥ് വരുന്നുണ്ട്, പിന്നെ മാതൃഭൂമിയിലുള്ള സാഹിത്യകാരൻ രഘുനാഥ്, പലരും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ 23-25 തീയതിയാണ് ഡേറ്റ് അക്കാദമി ഓഡിറ്റോറിയത്തിൽ. ഇനി ബാക്കി കുറച്ചുകൂടി വിശദീകരിച്ചിട്ടും പറയുന്നില്ല, ഒരൊറ്റ വാക്ക്.
ഞാൻ ഒന്നും പറയാം. ടിഫനി ബാർ എന്നുള്ള ആ സ്ത്രീയെ ആദരിക്കുന്നതിലൂടെ സത്യത്തിൽ ഡോക്ടർ ടി.എ. രാധാകൃഷ്ണൻ ഫൗണ്ടേഷനാണ് ഉയർന്നിരിക്കുന്നത്. അത്രയും റേഞ്ചിലുള്ള ഒരു സ്ത്രീയാണ്. അത്യപൂർവമായ ഭൗതിക ശക്തിയുള്ള കുട്ടിയാണ്. അത് നമുക്ക് നേരിൽ അന്ന് പങ്കെടുക്കുമ്പോൾ അറിയാൻ പറ്റും. കൂടുതലായും ഇങ്ങനെ ഇതൊന്നുമില്ല. 2 തവണ രാഷ്ട്രപതിയിൽ നിന്ന് നാരിശക്തി പുരസ്കാരം കൂടാതെ ഒന്നും കൂടി രാഷ്ട്രപതിയിൽ നിന്ന് നേടിയിരുന്നു. ഒരുപാട് വിദേശത്തു നിന്നൊക്കെ വരുന്ന അത് ആ ഇത് നമുക്ക് ഫൗണ്ടേഷന് ഒരു ഉത്തേജനം കിട്ടിയ തെരഞ്ഞെടുപ്പാണത്. അവർക്ക് വേണ്ടിയാണ് ഇത് നടക്കുന്നത്. ഇത്ര എനിക്ക് കൂടുതൽ പറയാം. അല്ല ജന്മദിനവും ഫൗണ്ടേഷന്റെ അദ്ദേഹത്തിന്റെ ഈ ഡോക്ടർ ടി.എ. രാധാകൃഷ്ണന്റെ മിസ്സിസ് എന്നാണ് ഈ ട്രസ്റ്റ് ചെയ്തത്. ഒരു ഹോസ്പിറ്റലിൽ പോകുന്നതുണ്ട്. അവിടെ വിപുലമായ സജ്ജീകരണമൊന്നുമില്ല. വീട്ടിൽ സൗകര്യങ്ങളുണ്ട്, പരിശോധനയൊക്കെ ഉണ്ട്. പക്ഷെ അത് ഡോക്ടർ ഉണ്ടാകുമ്പോൾ ഒട്ടുമിക്ക ചികിത്സ സൗജന്യമായിരുന്നു. വിശിഷ്ടാദികളാണ് അവിടുത്തെ അദ്ദേഹത്തിന്റെ പേഷ്യൻസ്. ഹൈക്കോടതി സാറ് തുടങ്ങിയുള്ള ആളുകളാണ് അദ്ദേഹത്തിന്റെ സ്ഥിരം പേഷ്യൻസ്. അപ്പൊ അത് ആ ഒരു പ്രശസ്തി ഇപ്പൊ ഇല്ല. സ്വാഭാവികമായിട്ടും അത് ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ മക്കളൊക്കെ ഡോക്ടേഴ്സാണ്. ഇവിടെ തൃശ്ശൂർ അത് സംവിധാനം നമ്മളിപ്പോ ഓണത്തിന് ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഈ അർഹരായ ആളുകൾക്ക് ഓണത്തിന്റെ കിറ്റ് കൊടുക്കുക, അങ്ങനെ പല ഐറ്റംസ് നമ്മൾ ചെറിയ രീതിയിൽ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പിന്നെ അങ്ങനെ കളക്ഷൻ എടുത്തിട്ടുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് കൂടുതൽ ഒരിക്കലും പറയാനുണ്ട്. എല്ലാവരും സഹകരിക്കുക. സഹായം ഉണ്ടാവണം.